റസൂൽ പറഞ്ഞു യുഹിബ്ബൂനൽ ഹയാത്ത് വയൻസൗനൽ മമാത്ത്. അവർ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, മരണത്തെ മറക്കുന്നവരാണ്. ജീവിതത്തെ ഇഷ്ടപ്പെടുമ്പോ, ടൂ വീലർ കയ്യിൽ കെട്ടുമ്പോ, സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോ അവരുടെ മുമ്പിലൂടെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉയർത്താനും പൊക്കാനും ചാടാനും അഭിനയിക്കാനും അതിരി കടന്ന ആർത്തിയോട് അവൻ തയ്യാറെടുക്കുമ്പോ വയൻസൗനൽ മമാ, എന്റെ പൊന്നുമോനും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പാതിരാ സമയത്ത് ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ വീടിന്റെ മുമ്പിൽ കാത്തിരിക്കുന്ന ഉമ്മയെ മറക്കുന്ന, വാപ്പയെ മറക്കുന്ന, വാപ്പാന്ന് വിളിക്കുന്ന 2 പിഞ്ചുമക്കൾ തന്റെ വീട്ടിന്റെ അകത്തുണ്ട് എന്ന ഗൗരവം മറന്നുപോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, അല്ലാഹുവേ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതുകൊണ്ട് മോനെ, വസ്ത്രത്തിന്റെ വിഷയത്തിൽ എത്ര വലിയ അഴിഞ്ഞാട്ടം നടത്തിയാലും നീ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം നീ മരിക്കും അല്ലാ, ഒരു ദിവസം ഞാൻ മരിക്കും അല്ലാ. ആ ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. എത്ര വലിയ അതിര് കടക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുമ്പോഴും അല്ലാഹുവേ, പടച്ചോനെ, ഏത് രീതിയിലാണ്, സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണോ, പൂരപ്പറമ്പിൽ ഇരിക്കുമ്പോഴാണോ, വ്യഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ, ഉമ്മയോട് പിണങ്ങിയിട്ട് നടന്നു പോകുമ്പോഴാണോ മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല, പറയാൻ കഴിയില്ല. സഹോദരിമാരും സഹോദരങ്ങളും ആവശ്യത്തിന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞാൽ ആരും മനസ്സിലാക്കൂല. അവര് പറയുന്നത് ഉസ്താദുമാർ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈയിടുന്നു എന്നാണ്. എന്തു സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കാസർഗോഡിന്റെ മണ്ണിലൂടെ പള്ളയും മാറും തുറന്നിട്ടുകൊണ്ട് നൃത്തം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ നിങ്ങൾ വിശുദ്ധ ഇസ്ലാമിനോട് ചോദിക്കുന്നത്? ആലോചിച്ച് നോക്കുക, അതിനാണോ ചോദിക്കുന്നത്? പിന്നെ ഇന്ന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കണ്ടാ തിരിച്ചറിയാൻ പറ്റൂല. ഉസ്താദ് പറഞ്ഞല്ലോ, ഖിയാമത്ത് നാളിൽ പടച്ചോ നോക്കാത്തൊരു വിഭാഗം. നമ്മൾ ചില ആൾക്കാരുടെ കൂടെ പ്രസംഗം കേൾക്കാൻ വാപ്പ മക്കളെ കൊണ്ടുവരികയാണ്. പെട്ടെന്ന് മോന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ അവൻ പറയും മോനല്ല, അപ്പോഴേ മനസ്സിലാവുക മോളാന്ന്. കാരണം രൂപം കണ്ടാൽ മോനെ പോലെ ഇരിക്കും, ജീൻസും ടീഷർട്ടും ബെർമൂഡയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ പേരിങ്ങോട്ട് പറയുമ്പോൾ പുതിയ പെൺകുട്ടിയാണ്, പെൺകുട്ടിയുടെ പേരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ തിരിച്ച് മോളെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ മോളല്ല, മുടി ഇങ്ങനെ സെല്ല് വളർത്തിയതാ, എന്റെ പേര് സുബൈർ എന്താ, അപ്പോഴാ മനസ്സിലാവുക ഇതൊരു പോത്തനാണെന്ന്. ഇല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റൂല. ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള വേഷവിധാനം, മുടി, വസ്ത്രധാരണം, അങ്ങനെയാണ്. ഇന്ന് ഖിയാമത്ത് നാളാകുമ്പോൾ ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കുമെന്നും പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കുമെന്നും പറഞ്ഞു. കറക്റ്റ് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ നീ കാക്കണേ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലം മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പൊന്നുമോളെ കുറിച്ച്, പടച്ചവരെ എന്റെ ഫാത്തിമ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോ, ഭാഗ്യവതിയായ മോമിനത്തായ മുത്തഖിയായ ഒരു പെണ്ണിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്ന് ചോദിക്കുമ്പോ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു, നബിയേ, അൽ ഹയാ, ലജ്ജയാണ് റസൂലേ, ലജ്ജയാണ്. ലജ്ജയുണ്ടെങ്കിൽ ഏറ്റവും വലിയ സമ്പാദ്യം ആ പെണ്ണിന്റെ കയ്യിൽ ലജ്ജയാണ്. ഒരു അനാവശ്യമായ വർത്താനം പറയാൻ, പുരുഷന്മാർക്കിടയിലേക്ക് ചാടിയിറങ്ങാൻ, അനാവശ്യമായ വസ്ത്രം ധരിക്കും, അതിനൊന്നും ലജ്ജ അവളെ അനുവദിക്കില്ല. ഇന്ന് നമ്മുടെ മക്കൾ ഇൻസ്റ്റഗ്രാമിൽ 14, 15, 16 ഒക്കെ വയസ്സായ മക്കള് ശരീരത്തിന്റെ നഗ്നത തുറസ്സമാക്കിയിട്ട് ഡാൻസ് കളിക്കും, ഓരോ പുതിയ പാട്ടിനൊത്ത് ഡാൻസ് കളിക്കും. ആ സമയത്ത് അത് ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കണം. ഉമ്മച്ചിയുടെ പൊന്നുമോളെ വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് 10,000 ആളാണ്. അപ്പൊ ഉമ്മ പറയും വാവ് വണ്ടർഫുൾ മാഷാ അല്ലാഹ്. അവസാനം മാഷാ അല്ലാഹ് വെച്ച് കയറ്റി കൊടുക്കും. എന്തിനാന്നറിയോ? അള്ളാഹു വലിയ കഴിവ് മോക്ക് കൊടുത്തിരിക്കാന്ന് പറയാനാ. എന്റെ പൊന്നുമോക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത് വലിയ കഴിവാണെന്ന് പറയാനാ. ഡാൻസ് കളിക്കാനും പിന്നെ പാട്ടുപാടാനും ശരീരത്തിന്റെ നഗ്നത തുറസാക്കാനും വലിയ കഴിവ് വേണം എന്നൊന്നും ഇല്ല. അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവേ, പടച്ചവനെ നീ കാക്കണേ അല്ലാ.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, രണ്ടാമതാ പ്രിയപ്പെട്ട സ്ത്രീ പറഞ്ഞിരുന്നെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൗതുകത്തോടെ കണ്ണു തുറന്നിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നു, മാറദ്ദു സായിലൻ ഇദാ കാന മഈ ശൈആ, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നബിയേ, ആ പെണ്ണെന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നവരെ ഞാൻ വെറുതെ മടക്കൂല. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഉഹുദ് മലയോളം ഭാരമുള്ള പ്രതിഫലവും കൊണ്ട് വന്നു നിൽക്കുന്നതിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി പറഞ്ഞതാണ് മാറബ്ദു സായില. എന്തെങ്കിലും കൊടുക്കാൻ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ മടക്കൂല. ആയിഷ, എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാര് പഠിക്കണം കേട്ടോ. അല്ലാഹു നിങ്ങൾക്ക് തന്ന പണത്തെ നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് നേടിയതെന്നും മറന്നു പോകരുത്. വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ശരീരത്തിന്റെ മാരകമായ രോഗങ്ങൾ കാരണം വേദന അസഹ്യമായി ബുദ്ധിമുട്ടിക്കുമ്പോ കാറിന്റെ ഡോറിൽ വന്ന് തട്ടുമ്പോ അഹങ്കാരത്തോടുകൂടി ചാരിയിരിക്കുന്നവരുണ്ട്. അറിയാം, ചിലപ്പോ അപകടങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ പകർച്ചവ്യാധികൾ ഉണ്ടാകാം. പക്ഷേ അവരെ പുച്ഛിച്ച് തള്ളല്ലേ. അവര് കളവാകട്ടെ പറയുന്നത്, അവര് മോശമായി ജീവിക്കുന്നവരാകട്ടെ പുച്ഛിച്ച് തള്ളാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ക്ലാസ്സിലൂടെ ഒന്നുമില്ല പൊക്കോ എന്ന് പറയലല്ലാതെ പിടിച്ചു നിർത്തി പരിഹസിക്കല്ലേ. വീടിന്റെ മുമ്പ് കലണ്ടറുമായി വരുന്ന അനാഥ മക്കളെ പോലും പരിഹസിക്കുന്നവരില്ലേ. യതീമായ മോളെ കല്യാണമാണെന്ന് പറഞ്ഞ് ഇച്ചിലങ്കോട് കാസർഗോഡ് പള്ളിയുടെ നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ വന്ന് കാത്തിരുന്നിട്ട് ഭാര്യ ചെന്നു പറയും, ഭർത്താവ് എഴുന്നേറ്റിട്ടില്ല, ഉറങ്ങാണ്. ആ പാവപ്പെട്ട മോളും ഉമ്മയും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുന്നു, നായെ പോലെ വാതിലിലേക്ക് നോക്കിയിരിക്കുന്നു. അവസാനം കുറേയേറെ സമയം കഴിഞ്ഞയാൾ ഇറങ്ങി വന്ന് പത്രം വായിക്കുന്നു, പരിഗണിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ജീവിതത്തിൽ ഇത്രയും കാലം നീ സമ്പാദിച്ചത് മുഴുവനും നിന്റെ കഴിവ് കൊണ്ടാണെന്ന് തോന്നിപ്പോയ നിമിഷമാണ് ചെറുപ്പക്കാരാ. ആ നിമിഷം അതാണ് അല്ലാഹുവിന്റെ കോപമിറങ്ങാ. വേറെ ഒന്നും വേണ്ട എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ കോപമിറങ്ങാ, വേറെ ഒന്നും വേണ്ട. ഗൗരവത്തോടെ ചിന്തിക്കണം. ആരെങ്കിലും ഒരു പരീക്ഷണത്തിന് ചിലപ്പോൾ ഒരാൾ നമ്മളോട് സ്വതക്ക ചോദിച്ചാൽ വെറുതെ വിടരുത്. എന്തെങ്കിലും ഒരു നല്ല വാക്ക്, ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സ്വദഖ, ഒന്നുമില്ലെങ്കിൽ നല്ല വാക്ക്. അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇപ്പോഴെന്റെ സാഹചര്യം ഇച്ചിരി മോശമാണ്, വിഷമിക്കണ്ട, അള്ളാഹു സഹായിക്കും. ഒരു നല്ല വാക്ക് പറഞ്ഞുവിടാ. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം പാലക്കാട് ജില്ലയിൽ കണ്ടില്ലേ, നല്ല ചുറുചുറുക്കുള്ള കുറച്ച് ചെറുപ്പക്കാര് പാലക്കാട് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിന്റെ വാർഡില്, പുറകിലെ വാർഡിൽ കിടക്കുന്ന വയോവൃദ്ധരായ വഴിയോരങ്ങളിൽ കിടന്ന് അവരെ എടുത്തുകൊണ്ട് കിടത്തിയതാണ് അവിടെ ഹോസ്പിറ്റലിൽ. ഉമ്മയില്ല, ഉപ്പയില്ല, അച്ഛനില്ല, അമ്മയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല. ആ മക്കള്, യുവാക്കള് ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിങ്ങനെ തൊലിച്ച് ഈ ഉപ്പമാരുടെ, അവരുടെ വാപ്പല്ല, അവരുടെ അച്ഛനല്ല, വായിക്കകത്തേക്ക് വെച്ചു കൊടുക്കുക. ചെറുപ്പക്കാരാണ്, യുവാക്കളെ കുറിച്ചാ പറയണത്. അതുപോലെ മറ്റൊരു സംഘം ചെറുപ്പക്കാരാണ് ഇവരെ വലിച്ചെറിഞ്ഞത്. അത് മനസ്സിലാക്കണം. വെള്ളം ഇങ്ങനെ ബോട്ടിൽ കയ്യിലെടുത്ത് വെച്ചിട്ട് വെള്ളം കൊടുക്കാനായിട്ട് അവർ ചെല്ലുമ്പോഴത്തേക്ക് ഈ കിടക്കുന്ന എല്ലു മാത്രമുള്ള ശരീരം ഇങ്ങനെ ഉയർന്നു വരികയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി. അതും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്ക് അള്ളാഹു കാരുണ്യം കൊടുത്താലുണ്ടല്ലോ, വല്ലാത്ത കാരുണ്യമായിരിക്കും. അള്ളാഹു ഇച്ചലും കൂട്ടലും മക്കളെ കരുണയുള്ളവരാക്കി നീ മാറ്റണം റഹ്മാനെ. ഇവിടത്തെ പള്ളിയുടെ ജമാഅത്തിന്റെ സർട്ടിഫിക്കറ്റ് കല്യാണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞ് തെണ്ടാൻ വേണ്ടി മറ്റു സ്ഥലത്തേക്ക് വിടുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹുവെ നീ കാക്കണേ പടച്ചോനെ. എന്തെങ്കിലും ഒരു ചെറിയ സഹായം എല്ലാ ദിവസവും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയ അത്രയും നല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനോഹരമായ ചരിത്രം ഞാൻ എത്രയോ സ്റ്റേജുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെ ആയത് സ്വർഗത്തിന്റെ സുറാത്തു പാലത്തിലൂടെ കടന്നു പോകുമ്പോ 70,000 ഹൂർലിങ്ങൾ കൂടെ വരും എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല, അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ശൗവാൽ പൊന്നമ്പിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോഹ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി.